KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലുണ്ട്. ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. വീണ്ടും ഒരു ജംബോ കമ്മിറ്റിക്കുള്ള സാധ്യതയാണ് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ഭാരവാഹികളുടെ എണ്ണം 100 കടന്നേക്കും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. നിലവിലെ തീരുമാനപ്രകാരം 10 വൈസ് പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്താനാണ് ധാരണയായിട്ടുള്ളത്. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 35ആയി ഉയർത്താനും തീരുമാനമുണ്ട്. 80-ൽ കൂടുതൽ ജനറൽ സെക്രട്ടറിമാരെങ്കിലും ഉണ്ടാകും എന്ന് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നു. അങ്ങനെയെങ്കിൽ അത് ഇതുവരെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന കണക്കിലേക്ക് പോകും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഭാരവാഹികളുടെ എണ്ണം കൂട്ടാൻ തീരുമാനം ആയിട്ടുള്ളത്. ജംബോ കമ്മിറ്റിക്കുള്ള സാധ്യത കൂടാതെ കൂടുതൽ ആളുകളെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിക്കാനും തീരുമാനമുണ്ട്. മുതിർന്ന നേതാക്കളാണ് സംസ്ഥാന നേതൃത്വത്തിലേക്കുള്ള ആളുകളുടെ പേരുകൾ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിലൂടെ സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, VD സതീശൻ, PC വിശ്വനാഥ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അധികം വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. DCCകളിലും ഒരു 10 DCC അധ്യക്ഷന്മാരെങ്കിലും മാറും എന്നുള്ള വിവരവും പുറത്തുവരുന്നു. ശരി.